ക്യാപ്റ്റൻസി നോമിനേഷൻ എല്ലാവരെയും ലിവിംഗ് റൂമിലേക്ക് വിളിപ്പിച്ചിരുത്തിയതിന് ശേഷം ബിഗ് ബോസ് പറയാണ് ഫാക്ടറി ഉടമയായിട്ടുള്ള നൂറയ്ക്കും റിംഗ് മാസ്റ്റർ ആയിട്ടുള്ള അനീഷിനും ഒരാളെ ഡയറക്റ്റ് ആയിട്ട് നോമിനേറ്റ് ചെയ്യാം. അതായത് നൂറയ്ക്ക് അവരുടെ തൊഴിലാളികളിൽ നിന്നിട്ട് ഒരാളെയും റിംഗ് മാസ്റ്റർ ആയിട്ടുള്ള അനീഷിന് സർക്കസിൽ പെർഫോം ചെയ്തവരിൽ നിന്നൊരാളെയും ഡയറക്റ്റ് ആയിട്ട് ക്യാപ്റ്റൻസിയിലേക്ക് നോമിനേറ്റ് ചെയ്യാം. അങ്ങനെ ആദ്യം അനീഷ് വരാൻ പറയുന്നു. അനീഷ് റെനേനെയാണ് നോമിനേറ്റ് ചെയ്യുന്നത്. കാരണം ഇന്നലത്തെ റെനേൻ്റെ പെർഫോമൻസ് മാജിക്കൽ പെർഫോമൻസ് ആയിരുന്നു. 4 കോയിൻസ് ഇന്നലെ തന്നെ ഒറ്റയടിക്ക് റെനയ്ക്ക് കിട്ടി. അതുകൊണ്ട് റെനേനെ നോമിനേറ്റ് ചെയ്യുന്നു. നൂറ വന്നിട്ട് ഒണീലിനെയാണ് പറയുന്നത്. ആ ടാസ്കിൽ പല കുതന്ത്രങ്ങളും മെനഞ്ഞിരുന്നത് ഒണീലാണ്. അതുകൊണ്ട് ഒണീലിനെ ക്യാപ്റ്റൻസിയിലേക്ക് നോമിനേറ്റ് ചെയ്യുന്നു. ബാക്കി എല്ലാവരും കൂടെ ഭൂരിപക്ഷം ആൾക്കാർ, അതായത് 6 വോട്ടുകൾ ലഭിച്ചിട്ടുള്ളത് ജിഷിനാണ്. അങ്ങനെ ജിഷിനെ മൂന്നാമതായിട്ട് ക്യാപ്റ്റൻസിയിലേക്ക് നോമിനേറ്റ് ചെയ്യുന്നു. അങ്ങനെ റെനയും ഒണീലും ജിഷിനുമാണ് ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ആൾക്കാർ. ഇതിൽ അഭിലാഷ് വന്നിട്ട് അനീഷിനെയാണ് ക്യാപ്റ്റൻസിയിലേക്ക് തിരഞ്ഞെടുക്കുന്നത്. റീസൺ പറഞ്ഞിരുന്നത് ഈ അവരവർ കഴിച്ചിട്ടുള്ള കപ്പുകളും ഈ പാത്രങ്ങളും സ്വയം കഴുകി വെക്കണമെന്ന് ഇത്രയും നാളും പറഞ്ഞിട്ട് ആരും അത് അനുസരിച്ചിരുന്നില്ല. അനീഷ് വെസൽ ടീം ക്യാപ്റ്റൻ ആയതിനു ശേഷം ഇപ്പം അങ്ങനത്തെ ഒരു പ്രശ്നമേ അവിടെ നടക്കുന്നില്ല. അതുകൊണ്ട് അനീഷിനെ ക്യാപ്റ്റൻസിയിലേക്ക് നോമിനേറ്റ് ചെയ്യുന്നു എന്ന് അഭിലാഷ് പറയുന്നു. അതേപോലെ തന്നെ നെവിനും വന്നിട്ട് അനീഷിനെയാണ് പറയുന്നത്. കാരണം ഇവിടെ ഒരു അസിസ്റ്റന്റ് ക്യാപ്റ്റനായിട്ട് എല്ലാ കാര്യത്തിലും അനീഷാണ് ഇടപെടുന്നത്. ഇപ്പോഴും പോയിട്ട് ഓരോ കാര്യങ്ങൾ ഇവിടെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് നടക്കുന്നത് അനീഷാണെന്നൊക്കെ പറഞ്ഞിട്ട് അനീഷിനെ നോമിനേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ നോമിനേഷനൊക്കെ കഴിഞ്ഞ സമയത്ത് ആദില പറയുകയാണ് അനീഷിനെ ക്യാപ്റ്റൻ ആക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആദിലയും ആര്യനും ഒക്കെ കൂടെ പ്ലാൻ ചെയ്ത് ജിഷിൻ്റെ പേര് പറഞ്ഞതാണെന്ന്. അതായത് അനുമോളുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് അനുമോള് ആദിലേൻ്റെ അടുത്ത് പറഞ്ഞു, നീ എന്തിനാണ് എൻ്റെ അടുത്ത് ജിഷിൻ്റെ പേര് പറയാനായിട്ട് പറഞ്ഞത്? അനുമോള് സാബുമാൻ്റെ പേരാണ് പറഞ്ഞത്, അതെന്തിനാണ് അങ്ങനെ പറയണതെന്ന് ചോദിക്കുമ്പോഴാണ് ആദില പറയുന്നത് അത് ഈ അനീഷിൻ്റെ പേര് പറഞ്ഞ് ഓരോരുത്തരായിട്ട് സ്വാധീനിക്കപ്പെടുന്നു എന്ന് കണ്ട സമയത്ത് അനീഷ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ജിഷിൻ്റെ പേര് പറയാനായിട്ട് പറഞ്ഞു. അത് ആര്യൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ ആര്യനും അതിന് ഓക്കെ ആയിരുന്നു. അങ്ങനെയാണ് ജിഷിൻ്റെ പേരെടുത്തതെന്നുള്ളത് ആദില അനുമോളുടെ അടുത്ത് പറയുന്നു.